ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മുതിര വെച്ചിട്ട് നല്ല ഈസി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് അരക്കപ്പോളം മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അധിക സമയം വെള്ളത്തിലിട്ട് പുതർത്തിയെടുക്കാതെ പെട്ടെന്ന് തന്നെ ഇത് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുതിരത്തെ 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ വെള്ളം കളഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിപ്പയിലേക്ക് ഇടുന്നതിന് പകരമായിട്ട് ഇതൊരു കോട്ടൺ ടവലിലേക്ക് തട്ടി കൊടുത്താലും മതി. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുതിരയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. മുതിര ഇതുപോലെ കഴുകി വറുത്ത് പൊടിച്ച് ഒരു ഡബ്ബയിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കറി തയ്യാറാക്കുമ്പോൾ ആ ഒരു സമയത്ത് പിടിച്ച് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊടി നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. മുതിര ഇത് ഏകദേശം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇത് കണ്ട ഇതുപോലെ ഒരു പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടി കരിയാതെ ഇതുപോലെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ മുതിര പാകത്തിന് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, മെല്ലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നമ്മൾ മുതിര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടി നമുക്ക് ഡബയിലാക്കി വെച്ചാൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു പൊടി മുഴുവനായിട്ട് നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതിൽ നിന്നൊരു 3-4 സ്പൂൺ പൊടി മാത്രമാണ് കറിക്കായിട്ട് എടുക്കുന്നത്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും അതോടൊപ്പം 2-3 വറ്റൽ മുളക് കൂടി ഇതിലേക്ക് എടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇത് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, അതിൻ്റെ റിയലായിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടുത്തെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള മുതിര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 4 സ്പൂൺ മുതിര പൊടിച്ചതാണ് എടുക്കുന്നത്. വെള്ളത്തെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുതിര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ അത് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.